പടം കാണാൻ പോകുന്നതിന് മുന്നേ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. ഹലോ, ഈസി സിനി ടോക്സ് എൻ്റെ ചാനലാണ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആവേശത്തിനെ കുറിച്ചാണ്. സിനിമ ഇറങ്ങിയിട്ട് ഇന്ന് കുറേ ദിവസമായി. ലേറ്റ് ആയിട്ട് എന്താ റിവ്യൂ ചെയ്യുന്നതല്ലേ. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 2 ദിവസമായോ. ആവേശം ഇറങ്ങിയത് 11/4/2024 ഇറങ്ങിയാണ് ആവേശം. അന്നിറങ്ങിയ ബാക്കി 2 പടങ്ങളും ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കാണുകയും ചെയ്തായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ജയ് ഗണേഷ്, ജയ് ഗണേഷ്. പടം കാണാൻ പോകുന്നതിന് മുന്നേ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. അല്ല, ആ പ്രതീക്ഷ പടം കഴിഞ്ഞില്ലെന്നല്ല പറഞ്ഞത്. ആ ഒരു പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പടം തുടങ്ങിയത് തൊട്ട് അവസാനം വരെ പോയത്. നമുക്ക് കാര്യത്തിലോട്ട് വരാം. ചുമ്മാ വളവളാന്ന് പറയണ്ടല്ലോ. ആവേശം മൂവി ജിത്തു മാധവൻ എഴുതി സംവിധാനം ചെയ്ത ഫഹദ് ഫാസിൽ നായകനായ സിനിമയാണ് ആവേശം. സജിൻ ഗോപു ഉണ്ട്, നമ്മുടെ രോമാഞ്ചത്തിലെ ചേട്ടനില്ലേ. ഇതില് അമ്പാനാണ്. അതിലെ പേര് മറന്നുപോയി. ഇത് അമ്പേട്ടന സൂപ്പറാ. അമ്പേട്ടനൊക്കെ അടിപൊളി. വരാം, അങ്ങോട്ട് വരാം. പിന്നെ ഹിപ്സ്റ്റർ, റോഷൻ ഷാനവാസ്, മിഥുൻ ജയ് ശങ്കർ. ഇവര് 3 പേരിലൂടെയാണ് കഥ പോകുന്നത്. ആരൊക്കെ? ഹിപ്സ്റ്റർ, മിഥുൻ ജയ് ശങ്കർ, മിഥുട്ടി. കഥയൊക്കെ നിങ്ങൾ കണ്ടു കാണും. ഇപ്പൊ ഇത്ര ദിവസമായില്ലേ. കഥയിലോട്ടൊന്നും ഞാൻ പോകുന്നത്. എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല പടമാണ്. ഇപ്പൊ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് നീ എന്തിനാണെന്ന് പറഞ്ഞത് ചോദിക്കും. അപ്പൊ എനിക്ക് പറയണമെന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ്. അതിന് മുന്നേ ഇടാൻ വേണ്ടി ഒരു ക്യാമറയുടെ ഒരു ചെളുപ്പ് മാറ്റാൻ വേണ്ടി കുറച്ച് റിയാക്ഷൻ ഒക്കെ ചെയ്തൊക്കെ നോക്കി. എനിക്ക് അത്ര സൂചിച്ചൊന്നുമില്ല. ഞാൻ ഒരു തവണ തന്നെ എൻ്റെ വീഡിയോ കണ്ടുള്ളൂ. ഞാൻ കൂടുതൽ തവണ കാണാൻ പോയില്ല. വലിയ അതിശയമൊന്നുമില്ല. ഞാൻ അത്ര മാസ്മരികമായിട്ട് അതൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇത്രേ ഉള്ളൂ. ഇതൊന്ന് പറഞ്ഞു തരണം. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് നമുക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. അത് നമ്മളൊരു അഭിപ്രായം പറയുമ്പോഴത്തേനും അത് 10 പേര് കേൾക്കുമ്പോഴത്തേനും 10 പേര് കേട്ടോ. എൻ്റെ വ്യൂ 10 മാക്സിമം കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 10 പേരെന്ന് പറഞ്ഞത്. അത് 100 പേര് ഞാൻ പറയാറുണ്ട്. പിന്നെ വഴിത് മലപ്പുറം. ആവേശം നല്ലൊരു പടമാണ്. എനിക്ക് കണ്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു വൺ മാൻ ഷോ മൂവിയാണ് ശരിക്കും പറഞ്ഞാൽ. ഒരാള് ഒരു സിനിമയെ എങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതിനൊരു ഉദാഹരണമാണ് ഈ പടം. ഈ പടം ഫഹദ് ഫാസിലല്ല വേറൊരാൾ ചെയ്തിരുന്നെങ്കിൽ പടം ഫ്ലോപ്പ് ആയി പോയാൽ ഉറപ്പായിട്ടും. അത് ഞാൻ ചുമ്മാ വെല്ലുവിളിക്കുക, ടോം ക്രൂസ് വന്ന് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ പടം വിജയിക്കാൻ പോകുന്നത്. ഈ ഒരു ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ഒരാളെ വിശ്വസിച്ച് ഏൽപ്പിച്ചേക്കുന്ന ഒരു ജോലി പുള്ളി സൂപ്പറാക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേറൊരു മച്ചാനുണ്ട് അതിനകത്ത്. നമുക്കുള്ള കാര്യം നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്ന ഒരാളുണ്ട്, സുഷിൻ ശ്യാം. എൻ്റെ അണ്ണാ, നിങ്ങളെ കൊണ്ട് എങ്ങനെ ഇങ്ങനെയൊക്കെ സാധിക്കും? നിങ്ങളിത് നിങ്ങൾ വല്ല ജ്യോതിഷവും ചെയ്യുന്നുണ്ടോ? ഇത് ഇങ്ങനെ ചെയ്യുന്ന പടം എല്ലാം വിജയിക്കും, അല്ലെങ്കിൽ ഈ പടം വിജയിക്കാൻ പോകണം, ഞാൻ ചെയ്തേക്കാം. വെറുതെ ബിഷോർമ കാണുമ്പോൾ നമുക്കറിയാലോ, ചുമ്മാ BGM-ന് വരെ ഐഡി മേടിച്ച് കൊടുക്കുന്ന ആളാണ് സുഷിൻ ശ്യാം. പിന്നെ എല്ലാം 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 അടിപൊളിയാണ്. ഈ പടത്തിൽ അഭിനയിച്ചിട്ടുള്ള 3 പേരും നല്ല അവര് ഓരോ മൈന്യൂട്ട് എക്സ്പ്രഷൻ ഇടുന്ന ഓരോ മൈന്യൂട്ട് കാര്യങ്ങളിൽ, ഓരോ കോമഡി എലമെന്റ്സിൽ അവർ കൊടുക്കുന്ന ഓരോ എഫേർട്ട് കാര്യങ്ങളെല്ലാം പൊളിയാണ്. അവര് ലീഡ് റോള് തന്നെയാണ് പടത്തിലുള്ളത്. ഇവരിലൂടെയാണല്ലോ പടം പോകുന്നത്. പിന്നെ നമ്മുടെ ബാലരമയ്ക്കകത്ത് വിക്രത്തിനകത്ത് വിക്രത്തെ പോലെ നമ്മുടെ അമ്പാൻ സജിൻ ഗോപു. പുള്ളിയൊക്കെ ചെയ്തേക്കുന്ന ഒരു വേഷം. പുള്ളി ഒരു ടിപ്പിക്കൽ ക്യാരക്ടർ, ഒരു ആത്മാർത്ഥത അറ്റ് സ്പീക്ക് എന്നൊക്കെ പറഞ്ഞ പോലെ ആത്മാർത്ഥതയുടെ നിറകുടമായ സലിം ഗോപു, അമ്പേട്ടൻ ഇതിനകത്തുണ്ട്. പുള്ളിയുടെ ആത്മാർത്ഥതയും പുള്ളിയുടെ ഒരു ടൈപ്പ് കോമഡി, സാധാരണ ചുമ്മാ കാണിക്കുന്നത് പോലത്തെ വെർബൽ കോമഡി ആണെങ്കിൽ അതിനകത്ത് തന്നെ ഒരു പുള്ളിയുടേതായ ഒരു സ്റ്റൈൽ പുള്ളിക്കുണ്ട്. അതെല്ലാം കൂടെ തുടങ്ങി വന്നപ്പോഴത്തേനും നമുക്ക് ഒരു വെടിക്കെട്ട് സാധനം കിട്ടിയിട്ടുണ്ട്. വെടിക്കെട്ട് മുറിയിലെ വെടിക്കെട്ട് പടം എന്ന് പറഞ്ഞ പോലെ ഒരു കിടിലൻ സാധനം. കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കാണുക. നമുക്കൊരു 200 കോടി അടിക്കാം. എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക, ആവേശം കൊള്ളുക. ഇല്ലുമിനാട്ടി എനിക്ക് ആകെപ്പാടെ ഒരു ബുദ്ധിമുട്ട് തോന്നിയത് ഇല്ലുമിനാട്ടി എന്ന് പറയുന്ന സോങ് അത് കയറ്റിയിടായിരുന്നു. അവർക്ക് എവിടെയെങ്കിലും കുത്തി കയറ്റായിരുന്നു. പക്ഷെ കറക്റ്റ് സ്ഥലത്താണ്. എന്തല്ല, പടം കഴിഞ്ഞ് നമ്മളിങ്ങനെ ആവേശ മോഡായിട്ട് നിൽക്കുന്നതിൽ പാട്ടോടെ വരും. അപ്പം നമുക്ക് തിയേറ്ററിൽ ഇറങ്ങി നിന്നിട്ട് തുള്ളാൻ പറ്റിയ പാട്ടാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണുക, ആവേശം കൊള്ളുക. ആരെങ്കിലും പറയാൻ വിട്ടുപോയോ? DOP ഒക്കെ സൂപ്പറാണ്. എഡിറ്റിംഗ്, കളർ, ഒരു കളർ പടമാണ് കേട്ടോ ശരിക്കും. നല്ല കളർഫുൾ ആയിട്ടൊരു പടമാണ് ഇത്. പിന്നെ ഇവരുടെ കൂട്ടത്തിൽ ഒരു അച്ചായനൊക്കെ ഉണ്ട്. പുള്ളിക്ക് സംസാരിക്കാൻ വയ്യ. പുള്ളി പക്ഷേ ക്യാരക്ടറിലോട്ട് വരുമ്പോഴത്തേനും പുള്ളി ഒരു സാധനം കാണിക്കും. അത് ഫിഗറുകാരൻ. സാധാ ക്ലീശ ഗുണ്ടൊന്നുമല്ല കേട്ടോ. ക്ലീശ ഗുണ്ട പറഞ്ഞാൽ നല്ലവനായ നന്മ നിറഞ്ഞ ഗുണ്ടൊന്നും. കാര്യത്തോട് വരുമ്പോൾ പുള്ളി വെട്ടരുവയാണെന്നും അല്ലാതെ പുള്ളി പോകുമ്പോഴാണെന്നുള്ള കാര്യം പുള്ളി കാണിക്കും. എല്ലാവരും തിയേറ്ററിൽ പടം കാണുക.